അപ്പൊ ആയുസ് കുറഞ്ഞു പോകും, മൊത്തം ടെൻഷൻ അടിച്ച് പിന്നെ അവന്റെ ജീവിതമേ നശിച്ചത് തന്നെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു വദവാമുൽ ഫഖർ, ദാരിദ്ര്യം, സ്ഥിരമായ ദാരിദ്ര്യം, ക്രൈസിസ്, സാമ്പത്തിക മാന്ദ്യം. എന്തുകൊണ്ടാണ് ദുബായ് തകർന്നുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് പാശ്ചാത്യ ലോകങ്ങൾ തകർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? എന്തേ? സാമ്പത്തിക മാന്ദ്യം. ഒരു കുടുംബത്തിൽ എത്രയെത്ര ആത്മഹത്യകളാണ് നടക്കുന്നത്? ജോലിയില്ല, ശമ്പളമില്ല, തന്റെ കുടുംബത്തെ പോറ്റാനുള്ള സാമ്പത്തികമായ ശേഷിയില്ല, കഴിവില്ല, സ്വന്തമായി ഗണ്ണെടുത്തുകൊണ്ട് സ്വയമേ നിറയൊഴിക്കുകയാണ്, ആത്മഹത്യക്ക് വിധേയരാവുകയാണ്. എത്രയെത്ര കുഞ്ഞുമക്കൾക്കാണ് വിഷം കൊടുത്തു കൊല്ലുന്നതെങ്കിൽ ദാരിദ്ര്യമാണ്. ലോകത്തിന്റെ നായകത്വം വഹിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞില്ലയോ, വ്യഭിചാരവുമായി ബന്ധപ്പെടുന്നവരെ ആ നാടിനെ അല്ലാഹു മാന്ദ്യം കൊണ്ട് പരീക്ഷിക്കുമെന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചില്ലയോ? ആ വീടിനെ അല്ലാഹു ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കുകൾക്കൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല. ഇന്തോനേഷ്യയുടെ ചരിത്രം പരിശോധിച്ചോ, തായ്ലൻഡിന്റെ ചരിത്രം പരിശോധിച്ചോ, ദുബായിയുടെ ചരിത്രം നിങ്ങൾ പരിശോധിച്ചോ, വ്യഭിചാരത്തിന് ലൈസൻസ് ആണ്. റോഡിന്റെ സൈഡിലൂടെ നടന്നു പോകുന്ന ആൺകുട്ടികളെ നിക്കറും ബ്ലൗസും ഇട്ടുകൊണ്ട് നടക്കുന്ന പെണ്ണ് കയ്യോടെ പിടിക്കുന്നു. 20 ദിർഹമിന് വേണ്ടി ഏതെങ്കിലും ഒരു കരയുടെ ഓരത്ത് കൊണ്ടുപോയി 10-15 മിനിറ്റ് വികൃതികളുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞയക്കുമ്പോ ഓർക്കണേ, വ്യഭിചാരം ചായ കുടിക്കുന്നത് പോലെ വ്യാപിച്ചിരിക്കുകയാണ്. വ്യഭിചാരം ചായ കുടിക്കുന്നത് പോലെ വ്യാപിച്ച ഒരു കാലഘട്ടം 21ാം നൂറ്റാണ്ടിൽ മുസ്ലിമേ നീ കാണുകയാണെങ്കിൽ ഓർത്തോ, അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കാണ്. അന്ന് അവരുടെ സാമ്പത്തികമായ സകലമാന സംവിധാനങ്ങളും തകർന്നു പോകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഈ വ്യഭിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈകളുടെ വ്യഭിചാരമാണ്. അത് എവിടെ പിടിച്ചാലും ശരി, അതുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും അതിന്റെ വ്യഭിചാരമാണ്. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം. കണ്ണുകൾ രണ്ടും വ്യഭിചരിക്കുന്നു. ആ കണ്ണുകളുടെ വ്യഭിചാരം നോട്ടമാണ്, ലൈനടിക്കലാണ് കണ്ണിന്റെ വ്യഭിചാരം. അല്ല, നിങ്ങളിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യഭിചാരം നമ്മൾ എത്ര നോട്ടം നോക്കിയിട്ടായിരിക്കും യഥാർത്ഥ വ്യഭിചാരത്തിലേക്ക് കടക്കുക. അപ്പൊ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സത്യത യുവാക്കളെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയണം. ഈ വിഷയം വെച്ചോളൂ, ഞാൻ കൊടുത്ത വിഷയമൊന്നുമില്ല, അവർ വെച്ച വിഷയമാണ്. ഞാൻ ഉള്ള കാര്യം ഞാൻ പറയാം. എന്നോട് നിങ്ങൾ ദേഷ്യപ്പെടില്ല, എന്റെ ഭാഗത്തേക്കാൻ വരാതിരിക്കല്ലേ. വന്നാൽ നിങ്ങൾക്കും കൊള്ളാം, വന്നില്ല എനിക്കും കൊള്ളാം. കാരണം എന്താ, എനിക്ക് നേരത്തെ ആളില്ലെങ്കിൽ പെട്ടെന്ന് നിർത്തിട്ട് പോകാമല്ലോ. ആളുകൾ കൂടുതൽ പ്രസംഗിക്കേണ്ടി വരുമല്ലോ. അത് തന്നെ ഏറ്റവും വലിയ ഹൈർ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ യുവാക്കളുടെ വിഷയം യുവാക്കൾ തന്നെ പറയണം കൂടുതൽ. അവരത് കേൾക്കണം, പഠിക്കണം, മനസ്സിലാക്കണം, ചിന്തിക്കണം. والعينان تزنيان فزناهما النظر. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അന്ന മൻ വദഅ യദഹു അലാ ഇംറാത്തിൻ ലാ തഹില്ലു ലഹു ബിശഹവത്തിൻ ജാഅ യൗമൽ ഖിയാമത്തി മഗ്ലൂലതൻ യദഹു ഇലാ ഉനുഖിഹി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാവിൻ തുമ്പിൽ നിന്ന് ഉതിർന്നു വീണ മണിമുത്തുകളാണ്. നബിയോട് സ്നേഹമുള്ള യുവാക്കളെ, ഇനിയെങ്കിലും ചിന്തിക്കണേ, മനസ്സിലാക്കണമേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുത്തായ വാക്കൊന്ന് നിങ്ങൾ പെറുക്കിയെടുത്ത് ഹൃദയത്തിൽ സൂക്ഷിക്കണേ. ഇസ്മ മുഹമ്മദിക്കെ ഉജാല കർദേ, നിന്റെ ഹൃദയത്തിൽ നബി തങ്ങളെ കുറിച്ചുള്ള ഒരു പ്രകീർത്തനം സദസ്സുണ്ടാക്കി വെക്കണേ. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ചൊരു വ്രണം നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. നബി തങ്ങളെ കുറിച്ചൊരു ലേഖനം തന്നെ നീ എഴുതി വെക്കണേ. നിന്നെ നീയാക്കി മാറ്റിയത് ആ നബിയാണ്. ആ നബി തങ്ങൾ ലോകത്ത് വന്നില്ലെങ്കിൽ നീ ഉണ്ടാവുകയില്ല. ഇന്ന് ഈ ലോകത്തിന്റെ കാരണം, ഇതിന്റെ തുടക്കവും ഇതിന്റെ ഒടുക്കവും ആദരവായ ഹബീബായ റസൂലുള്ളാഹി തങ്ങളാണ്. നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ആണല്ലോ നമ്മെ കൈപിടിച്ച് റബ്ബിന്റെ കോടതിയിലേക്ക് കൊണ്ടുപോകേണ്ടത്. ഖിയാമത്ത് നാളിൽ സൂറന്ന കാഹളത്തിൽ ഊതപ്പെടുമ്പോ 3
മൂന്നാമത്തെ ഊത്തിലൂടെ ഖബറുകളിൽ നിന്ന് നാം എല്ലാം സടകുടഞ്ഞെഴുന്നേൽക്കുമ്പോ നമ്മെ വരിക്ക് നമ്മളെ അള്ളാന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നത് ആദരമായ റസൂലുള്ളാഹി തങ്ങളല്ലയോ? അന അവ്വലു മൻ യുൻശഖു അൻഹുൽ ഖബറു, ആദ്യമായി സൂറന്ന കാഹളത്തിൽ ഊതപ്പെടുന്നതിന് മുമ്പ് എന്റെ ഖബറാണ് പൊട്ടിപ്പിളരുക, ഞാനാണ് അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരിക. സൂറന്ന കാഹളത്തിൽ മൂന്നാമത്തെ ഊത്തിന് മുമ്പായി ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു ഉണർത്തുകയാണ്, ജിബ്രീലിനെ അല്ലാഹു ഉണർത്തുകയാണ്, മീകായീലിനെ അല്ലാഹു ഉണർത്തുകയാണ്. ഈ മൂന്ന് പേരും ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ മഖ്ബറയിലേക്ക് വരികയാണ്. മദീന പള്ളിയുടെ ഉമ്മറ പടിയിൽ നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഹബീബായ തങ്ങളെ വിളിച്ചുണർത്തുകയാണ്. ആ ഖബറിനകത്ത് വിശ്രമിക്കുന്ന ലോകത്തിന്റെ ചൈതന്യമതാ ഉയർത്തെഴുന്നേറ്റ് വരികയാണ്. നബി തങ്ങൾ പറയുകയാണ്, അന അവ്വലു മൻ യുൻശഖു അൻഹുൽ ഖബറു, ആദ്യമായി ഖബർ പൊട്ടിപ്പിളർന്ന് എഴുന്നേറ്റ് വരുന്നത് ഞാനായിരിക്കും. എന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടാണ് ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം മൂന്നാമത്തെ ഊത്ത് സൂറന്ന കാഹളത്തിൽ ഓതുക. വനുഫിഖ ഫിസ്സൂർ ഫഇദാ ഹും മിനൽ അജ്ദാഥി ഇലാ റബ്ബിഹിം യൻസിലൂൻ. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ഇൻ കാനത് ഇല്ലാ സൈഹതൻ വാഹിദ, ഇൻ കാനത് ഇല്ലാ സൈഹതൻ വാഹിദ. ഒരു ഘോരഗർജനത്തിലൂടെ, ഒരു പ്രകമ്പനത്തിലൂടെ, മൂന്നാമത്തെ ഊത്തിലൂടെ ഉറങ്ങിക്കിടക്കുന്ന ഖബറാളികളെ ഇതാ മലക്കുകൾ വിളിച്ചുണർത്തുകയാണ്. അവരുറങ്ങിക്കിടക്കുമ്പോ അവരെ വിളിച്ചുണർത്തുമ്പോൾ അവരെ ചോദിക്കുകയാണ്, മൻ ബഅസനാ മിൻ മർഖദിനാ, ആരാണ് ഞങ്ങളുടെ ഉറക്കിന് ദോഷം വരുത്തിയത്? ആരാണ് ഞങ്ങളുടെ ഉറക്കിന് ഇടങ്ങേറ് വരുത്തിയത്? ആരാണ് ഞങ്ങളെ ഉറക്കിൽ നിന്ന് വിളിച്ചുണർത്തിയത്? ഉടനെ അവരോട് പറയപ്പെടും, ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. എത്രയെത്ര പ്രഭാഷണങ്ങളിലൂടെ, എത്രയെത്ര നാവും തുമ്പുകളിലൂടെ, എത്രയെത്ര മദ്രസകളിലൂടെ, പള്ളികളിലൂടെ, മിമ്പറുകളിലൂടെ, മിഹ്റാബുകളിലൂടെ, പ്രവാചകന്റെ നാവിലൂടെ, സഹാബത്തിന്റെ നാവിലൂടെ നിങ്ങൾക്ക് അറിയിച്ചു തന്ന സത്യമല്ലേ, സത്യമല്ലേ? ഈ ദുനിയാവ് നശ്വരമാണ്, ക്ഷണികമാണ്, നൈമിഷികമാണ്. മരിച്ച് ഖബറിലേക്ക് വീണ് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളെ അവിടുന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് ഒരു വിചാരണയുടെ ലോകത്തേക്ക് കൊണ്ടുപോകുമെന്നുള്ള സത്യം എത്രയെത്ര പ്രഭാഷണങ്ങളിലൂടെ നിങ്ങൾ കേട്ടതല്ലേ? ഹാദാ ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. അല്ലാഹുവിന്റെ വിളിയാളം എത്തിയിരിക്കുകയാണ്. അവരിതാ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഉറങ്ങിയത് മതി, എഴുന്നേൽക്കണേ, എഴുന്നേൽക്കണേ, എഴുന്നേൽക്കണേ. അങ്ങനെ മലക്കുകൾ വന്ന് നമ്മളെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോ സഹോദരാ, നമ്മുടെ കൈകൾ നമുക്കെതിരെ സാക്ഷി പറയും, നമ്മുടെ കണ്ണുകൾ നമുക്കെതിരെ സാക്ഷി പറയും, നമ്മുടെ കാതുകൾ നമുക്കെതിരെ സാക്ഷി പറയും, നമ്മുടെ ഹൃദയം നമുക്കെതിരെ സാക്ഷി പറയും, നമ്മുടെ കാലുകൾ നമുക്കെതിരെ സാക്ഷി പറയും, നമ്മുടെ രോമകൂമങ്ങൾ നമുക്കെതിരെ സാക്ഷി പറയും. അതാണ് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, അന്നമൻ വദഅ യദഹു അലാ ഇംറഅത്തിൻ ലാ തഹില്ലു ലഹു ജാഅ യൗമൽ ഖിയാമത്തി മഗ്ലൂലതൻ യദഹു ഇലാ ഉനുഖിഹി. ആരൊരാൾ അനാവശ്യമായി, അകാരണമായി ഹറാമായ ഒരു പെണ്ണിനെ, അവന്റെ ഭാര്യയല്ലാത്ത ഹറാമായ ഒരു പെണ്ണിനെ വികാര വിചാരത്തോടെ അവന്റെ കൈകൾ കൊണ്ട് സ്പർശിച്ചാൽ ജാഅ യൗമൽ ഖിയാമത്തി മഗ്ലൂലതൻ യദഹു ഇലാ ഉനുഖിഹി.
അവന്റെ നെറുകം തലയിൽ കൈ വിലങ്ങ് വെക്കപ്പെട്ടുകൊണ്ട് നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് ഇവനെ കൊണ്ടുവരപ്പെടുമത്രേ. ഫഇൻ ഖബ്ബലഹാ ഖുരിളത് ശഫതാഹു ഫിന്നാർ. ആരൊരാൾ തന്റെ കാമുകിയെ നോക്കിയിട്ട് ചുംബിക്കുന്നുവോ, കാമുകനെ നോക്കിയിട്ട് ചുംബിക്കുന്നുവോ, പ്ലേയിങ് കിസ് അയച്ചു കൊടുക്കുന്നുവോ, മൊബൈലിലൂടെ ചുംബിക്കുന്നുവോ, കത്തിലൂടെ ചുംബിക്കുന്നുവോ, ചാറ്റിങ്ങിലൂടെ ചുംബിക്കുന്നുവോ, ചീറ്റിങ്ങിലൂടെ ചുംബിക്കുന്നുവോ, ഖുരിളത് ശഫതാഹു ഫിന്നാർ. നരകത്തിന്റെ കത്രിക കൊണ്ട് അവരുടെ ചുണ്ടുകൾ മുറിച്ചു മാറ്റപ്പെടുമത്രേ. ആരെങ്കിലും തന്റെ ഭാര്യയല്ലാതെ മറ്റൊരു പെണ്ണുമായി ശാരീരിക ലൈംഗിക വേശ്യാവൃത്തിക്ക് സാക്ഷ്യം വഹിച്ചാൽ നതഖത് ഫഖ്ദുഹു യൗമ തശ്ഹദു അലൈഹി. നമ്മുടെ അവയവങ്ങൾ നമുക്കെതിരെ സാക്ഷി പറയുന്ന ഒരു ദിവസമാണ്. അതാണ് മഹ്ശറ, അതാണ് വിചാരണയുടെ വേദി, അതാണ് വിചാരണയുടെ കോടതി, അതാണ് റബ്ബിന്റെ കോടതി. അവിടെ സത്യം മാത്രമേ പുലരുകയുള്ളൂ, ധർമ്മം മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ആരുടെയും ശുപാർശകൾക്ക് അവിടെ സ്ഥാനമില്ല. ഫമാ തൻഫഉഹും ശഫാഅത്തു ശാഫിഈൻ ഫമാ തൻഫഉ ശഫാഅത്തു ശാഫിഈൻ. ഇന്ന് ഈ ദുനിയാവിൽ എന്ത് പോക്കരിത്തരം കാണിച്ചാലും, എന്ത് തെമ്മാടിത്തരം ചെയ്താലും, ഏത് പോലീസ് പിടിച്ചാലും, എത്ര ക്യാമറകൾ ഒപ്പിയെടുത്താലും, അതെല്ലാം ഡിലീറ്റ് ചെയ്താൽ, അതെല്ലാം ഡിലീറ്റ് ചെയ്യാൻ പൈസകളുടെ വാരി എറിഞ്ഞാൽ അതെല്ലാം സാധിക്കുമെങ്കിൽ ആഖിറത്തിൽ ഒരാളുടെ ശുപാർശകൾ പോലും സ്വീകരിക്കപ്പെടുകയില്ല. അവിടേക്കാണ് നിന്നെ കൊണ്ട് നിർത്തുക. ഓരോരുത്തരുടെ വായികളും സീൽ വയ്ക്കപ്പെടുന്ന ദിവസമാണ്. ആ ദിവസത്തിൽ അതാ മനുഷ്യന്റെ തുടയല് വിളിച്ചു പറയുകയാ, നതഖത് ഫഖ്ദുഹു യൗമ തശ്ഹദു അലൈഹി. ഖിയാമത്ത് നാളിൽ അവന്റെ ഓരോ അവയവങ്ങൾ അവനെതിരെ സാക്ഷി പറയാൻ പോവുകയാണ്, സാക്ഷി പറയാൻ പോവുകയാണ്. ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇന്ന അവ്വല അൽമിൻ മിനൽ ഇൻസാൻ യതകല്ലമു യൗമ യുഖ്തമു അലൽ അഫ്വാ ഫഖ്ദുഹു മിനർ റിജ്ലിസ് ശിമാൽ. നാളെ മഹ്ശറ വൻസഭയുടെ മുന്നിൽ വെച്ച് മനുഷ്യ മക്കളെ നമ്മുടെ വായെല്ലാം സീലി വെക്കപ്പെടുമ്പോ ആദ്യമായി മനുഷ്യന്റെ അവയവങ്ങളിൽ നിന്ന് സംസാരിക്കുന്ന അവയവം ഫഖ്ദുഹു മിനർ റിജ്ലിസ് ശിമാൽ. അവന്റെ ഇടത് കാലിന്റെ തുടയല്ലാണ്, തുടയല്ലാണെന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി ഫഖാല. ആ തുടയല്ല് പറയുമത്രേ, നമ്മുടെ തുട പറയുമത്രേ, അനർകിബ്തു ലിൽ ഹറാം, അനർകിബ്തു ലിൽ ഹറാം. ഞാൻ ഹറാമായ പെണ്ണിന്റെ തുടയുമായി ചേർത്ത് വെച്ച തുടയാണ്, ഹറാമായ പെണ്ണിന്റെ പൃഷ്ഠഭാഗത്തോട് ഒട്ടി നിന്ന തുടയാണ്, ഹറാമായ പുരുഷനുമായി കെട്ടിപ്പിടിച്ചു കിടന്ന അവയവമാണ്. പെണ്ണേ നീ പറയേണ്ടതില്ല, നീ പറയേണ്ടതില്ല, അതെല്ലാം സ്കാനിങ്ങിലൂടെ ഇതാ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം അതിന്റെ സമയത്ത് നമ്മുടെ അവയവങ്ങൾ വിളിച്ചു പറയുമത്രേ. ആ അവയവങ്ങൾ പറയുമ്പോ അതിനെതിരെ ചൂണ്ടാണ് വിരൽ ഉയർത്താൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ടാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മൻ സനാ ബിംറഅത്തിൻ കാനത് മുതസവ്വിജ. ഏതെങ്കിലും സ്ത്രീകൾ തന്റെ ഭർത്താക്കന്മാർ വിദേശത്ത് പോകുമ്പോ, തന്റെ ഭർത്താക്കന്മാർ പുറത്തേക്ക് പോകുമ്പോ അന്യ പുരുഷനുമായി ലൈംഗിക ശാരീരിക ബന്ധം സ്ഥാപിച്ചാൽ കാനത് അലൈഹാ വകാന അലൈഹി നിസ്ഫു അദാബി ഹാദിഹിൽ ഉമ്മത്തി ഫീ ഖബരിഹിമാ. ഈ ദുനിയാവിലുള്ള സകലമാന മനുഷ്യ മക്കൾക്ക് അല്ലാഹു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ശിക്ഷയെ അത് രണ്ടായിട്ട് ഓഹരി ചെയ്ത് അതിൽ ഒരു ഓഹരി വ്യഭിചരിച്ച ആണുങ്ങളെ, വ്യഭിചാരിണികളായ പെണ്ണുങ്ങളെ അവരുടെ മയ്യത്ത് കബറിലേക്ക് കൊണ്ടുവെക്കുമ്പോ ആ കബറിലേക്ക് ആ ശിക്ഷകൾ ഇറക്കി കൊടുക്കുമെന്ന് കമാ ഖാല ഷഫീഉനാ സനദുനാ റസൂലുള്ളാഹി.
അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് കൊണ്ടാണ് ഹബീബായ തങ്ങൾ പറഞ്ഞത് യാ മഅ്ശറൽ മുസ്ലിമീൻ, ഏ മുസ്ലിം സമുദായമേ, ഇത്തഖുസിനാ, സിനായ വ്യഭിചാരത്തെ സൂക്ഷിക്കണേ, വ്യഭിചാരത്തെ സൂക്ഷിക്കണേ, വ്യഭിചാരത്തെ സൂക്ഷിക്കണേ. ഒരു മോശമായ സ്വഭാവമാണ് മദ്യപിക്കുന്ന സ്വഭാവം ഇന്ന് നമ്മുടെ യുവാക്കൾക്കിടയിലുണ്ടെങ്കിൽ. കേവല സോഡ കുടിക്കുന്നത് പോലെ, കോള കുടിക്കുന്നത് പോലെ, ജ്യൂസ് കുടിക്കുന്നത് പോലെയാണ് ഇന്ന് മദ്യം കുടിക്കുന്നത്. കോളയുടെ കുപ്പിക്കകത്തേക്ക് മദ്യമൊഴിച്ചുകൊണ്ട്, കോളയുടെ കുപ്പിക്കകത്തേക്ക് മദ്യമൊഴിച്ചുകൊണ്ട് പരസ്യമായി അങ്ങാടിയുടെ നെറുകയിൽ വെച്ച് കുടിക്കാനുള്ള ചങ്കോറ്റം 21ാം നൂറ്റാണ്ടിന്റെ മുസൽമാൻ, നീ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിനക്ക് ചെയ്യാൻ തീരുമാനിച്ച സകലമാന സഹായങ്ങളും അല്ലാഹു എടുത്തു കളഞ്ഞിരിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയല്ലയോ, മാ മിൻ ഖൗമിൻ ഇജ്തമഉ അലാ മുസ്കിരിൻ ഫിദ്ദുനിയാ ഇല്ലാ ജമഅഹുമുല്ലാഹു ഫിന്നാർ ഫയുഖ്ബിലു ബഅ്ളുഹും ബഅ്ളാ യതലാവമൂൻ യതലാവമൂൻ. ഈ ദുനിയാവിൽ വെച്ച് കമ്പനിക്ക് വേണ്ടി, കൂട്ടിന് വേണ്ടി ബാറിലോ, കള്ള് ഷാപ്പിലോ, മദ്യഷാപ്പിലോ, ഏതെങ്കിലും ഹോട്ടലിലോ, മോട്ടലിലോ, റിസോർട്ടിലോ, വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലോ, രഹസ്യ മുറിക്കകത്തോ വാഹനത്തിനകത്തോ ആരെങ്കിലും കമ്പനിക്കിരുന്ന് ഒരുമിച്ച് കൂടി മദ്യം കുടിച്ചാൽ ഇല്ലാ ജമഅഹുമുല്ലാഹു ഫിന്നാർ. ഈ ദുനിയാവിൽ വെച്ച് നിങ്ങൾ ഒരുമിച്ചിരുന്ന് കുപ്പികൾ കൈമാറിയതുപോലെ നാളെ നരകത്തിന്റെ മടിത്തട്ടിലേക്ക് നിങ്ങളെ കൊണ്ടുപോയി ഇതേ ദുനിയാവിൽ ഒരുമിച്ച് കൂടിയ കൂട്ടുകാരെ, നിങ്ങളെയും നിങ്ങളുടെ മദ്യക്കുപ്പികളെയും നരകത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. യുഖ്ബിലു ബഅ്ളുഹും ബഅ്ളാ. ഈ ദുനിയാവിൽ എങ്ങനെയാണോ ബാറിൽ തീന്മേശയുടെ മുന്നിൽ വെച്ച് പരസ്പരം നിങ്ങൾ മുഖത്തോടെ അഭിമുഖീകരിച്ചു കൊണ്ട് മദ്യം കുടിച്ചത്, ഇതേപോലെ നരകത്തിന്റെ തീക്കനലിൽ നിങ്ങളെ അഭിമുഖമായിരുത്തുമത്രേ. പക്ഷേ ഇന്ന് ഈ ദുനിയാവിൽ വെച്ച് നിങ്ങൾ ചിരിച്ചുകൊണ്ടാണ്, രസിച്ചുകൊണ്ടാണ് മദ്യം കുടിക്കുന്നതെങ്കിൽ നാളെ നരകത്തിന്റെ തീക്കനൽ നിങ്ങളുടെ അവസ്ഥ എന്തെന്നറിയുവോ? യതലാവമൂൻ യതലാവമൂൻ. ഒരാൾ മറ്റൊരാളെ പഴിചാരുകയാണ്, ഒരാൾ മറ്റൊരാളോട് ചൊടിക്കുകയാണ്, ഒരാൾ മറ്റൊരാളെ പരിഹസിക്കുകയാ. എന്താണ് പറയുന്നതെന്നറിയുമോ? അന്തല്ലദി ഔറദത്നി ഹാദാ. എടാ ധിക്കാരി, എടാ അഹങ്കാരി, നീയാണടാ എന്നെ ഈ നരകത്തിന്റെ മടിത്തട്ടിലേക്ക്, അടിത്തട്ടിലേക്ക് കൊണ്ടുവന്നത്. അതിനുള്ള കാരണക്കാരൻ നീയാണ്, നീയാണ്, നീയാണെന്ന് നരകത്തിന്റെ തീക്കനലിൽ വെച്ച് പരസ്പരം ആക്ഷേപിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് മദ്യപിക്കല്ലേ, മദ്യപിക്കല്ലേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലാ തുജാലിസു അലാ ശർബത്തിൽ ഖംർ. മദ്യപിക്കുന്നവന്റെ പരിസരത്ത് പോയി ഇരിക്കരുത്, അവനോടൊപ്പം സഹകരിക്കരുത്, അവന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കരുത്. വലാ തുസല്ലിമു അലൈഹി, അവന് സലാം പറയരുത്. വലാ തഊദു മർദാഹും, അവൻ രോഗിയായാൽ അവന് രോഗ സന്ദർശനം നടത്തരുത്. വലാ തത്തബിഉ ജനായിസഹും, അവന്റെ മയ്യത്തിനെ പോലും നിങ്ങൾ അനുഗമിക്കരുത്. നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് സഹാബത്ത് ഇതിന്റെ ഗൗരവത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫഇന്ന ശാരിബൽ ഖംറി യജീഉ യൗമൽ ഖിയാമത്തി മുസ്വദ്ദൻ വജ്ഹുഹു മുദ്ലിഅൻ ലിസാനുഹു അലാ സദ്രിഹി. മദ്യപാനി നാളെ ആഖിറത്തിൽ വരുന്നത് എങ്ങനെയെന്നറിയുമോ? കറുത്ത് കരിവാളിച്ച വികൃത രൂപ സാദൃശ്യമുള്ള മുഖഭാവത്തോടു കൂടിയായിരിക്കും. മുദ്ലിഅൻ ലിസാനുഹു അലാ സദ്രിഹി. പേപ്പട്ടിയുടെ നാവ് ഇഴഞ്ഞു കിടക്കുന്നത് പോലെ, ഇറങ്ങിക്കിടക്കുന്നത് പോലെ മദ്യം കുടിച്ച് മരിച്ചു പോകുന്ന ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരാ, നിനക്ക് വേണ്ടി 1000 മയ്യത്ത് നമസ്കരിച്ചാലും
മയ്യത്തി പള്ളിക്കാട്ടിൽ കൊണ്ടടക്കം ചെയ്താൽ സാക്ഷാൽ മദ്യപിച്ചവൻ പശ്ചാത്തപിച്ച റബ്ബിന്റെ കോടതിയിൽ മടങ്ങാത്ത പക്ഷം അവൻ നാളെ വികൃത കോലത്തിലായിരിക്കും റബ്ബിന്റെ കോടതിയിലേക്ക് അവനെ കൊണ്ടുവരിക. അവന്റെ നെഞ്ചിലേക്ക് പട്ടിയുടെ നായുടെ നാവിറങ്ങി കിടക്കുന്നത് പോലെ ഇറങ്ങി കിടക്കുക മാത്രമല്ല, അവന്റെ രണ്ട് ആ നാവിന്റെ ഇരുഭാഗങ്ങളിൽ നിന്ന് ഈളയിറ്റ് വീണുകൊണ്ടിരിക്കുമത്രേ. മഹ്ശറ വൻസഭയിൽ നിൽക്കുന്നവർ ഇവനെ നോക്കിയിട്ട് പറയും, അന്നഹു ശാരിബു ഖംർ. പശ്ചാത്തപിക്കാതെ മരിച്ചുപോയവനാ, അവന്റെ കോലം ഇതാണ്, അവന്റെ അവസ്ഥ ഇതാണ്. ആഖിറത്തിൽ രക്ഷയില്ല. ഫമാ തൻഫഉഹും ശഫാഅത്തു ശാഫിഈൻ. ഒരാള് പോലും ആഖിറത്തിൽ ശുപാർശയ്ക്കില്ല, ഒരാള് പോലും ആഖിറത്തിൽ രക്ഷയ്ക്കില്ല, ഒരാള് പോലും സഹായിക്കാനില്ല. അതുകൊണ്ട് മദ്യപാനത്തിൽ അടിമകളായ ചെറുപ്പക്കാരെ, ആ മദ്യത്തിന്റെ ചഷകം വലിച്ചെറിഞ്ഞോ സ്വർഗത്തിന്റെ പാനീയത്തിന് വേണ്ടി പ്രതീക്ഷിക്കണേ. ഇന്നലിൽ മുത്തഖീന മഫാസാ وكواعب أترابا وكأسا دهاقا لا يسمعون فيها لغوا ولا كذابا جزاء ربك عطاء حسابا. ദുനിയാവിലെ മദ്യം വലിച്ചെറിഞ്ഞവരെ, ദുനിയാവിലെ മദ്യം വലിച്ചെറിഞ്ഞ ചെറുപ്പക്കാരാ, ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ നാവിലൂടെ പരിശുദ്ധ ഖുർആൻ ഇതാ അവർക്കൊരു സാന്ത്വനമായി അറിയിക്കുകയാണ്. ഇന്നലിൽ മുത്തഖീന മഫാസാ. അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ച മുത്തഖീങ്ങളെ അവർക്ക് നാളെ ആഖിറത്തിൽ വിജയത്തിന്റെ സ്ഥാനമാ. ഹദായിഖ വഅനബാ. മുന്തിരിത്തോട്ടങ്ങളും അതുപോലുള്ള അവൻ ഇഷ്ടപ്പെടുന്ന പല ഭൂയിഷ്ടങ്ങളായ തോട്ടങ്ങളും കായ്ക്കനികളും അവന് വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുകയാണ്. വകവാഇബ അത്റാബാ. ദുനിയാവിന്റെ ഹറാമായ പെണ്ണിന്റെ പിന്നാലെ നീ പോകേണ്ടതില്ല. അത് നീ ഒഴിവാക്കിയാൽ സുന്ദരികളായ ഇളം മാദകത്തിടമ്പുകൾ നിന്നെ എല്ലാ നിലയ്ക്കും രസിപ്പിക്കുന്ന പെണ്ണ്, സുന്ദരിയായ വട്ടമുഖമുള്ള ഉണ്ടക്കണ്ണുള്ള ചുറുചുറുക്കുള്ള പളപളപ്പുള്ള തുടുത്ത മാരടമുള്ള പെണ്ണ് നിനക്ക് വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുകയാ. മാത്രമല്ല ആ പെണ്ണിനോടൊപ്പം നിനക്ക് മദ്യത്തിന്റെ കോപ്പയും അല്ലാഹു സമ്മാനിക്കുകയാണ്. അതിന്റെ സീല് പൊട്ടിച്ചാൽ, ആ സീല് പൊട്ടിക്കുമ്പോ മദ്യം വളരെ വിശാലത, മദ്യം വളരെ ഊർജത്തോടെ, മദ്യം നല്ല നിലയ്ക്ക് പതഞ്ഞു പൊങ്ങിക്കൊണ്ട് ഉയർന്നു പോകുമെങ്കിൽ നിന്നെ സന്തോഷിപ്പിക്കുകയും കുടിക്കുന്നവർക്ക് സുഗതമായ ശുദ്ധമായ നിലയിൽ, നിനക്ക് ലഹരി ബാധിക്കാത്ത നിലയിൽ നിന്നെ സമാധാനിപ്പിക്കുകയും ആനന്ദിപ്പിക്കുകയും ചെയ്യുന്ന മദ്യമാണ് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നത്. വഖിതാമുഹു മിസ്ക്. അതിന്റെ മുദ്രണം എന്തെന്നറിയുമോ? അത് കസ്തൂരിയാലുള്ള മുദ്രണമാണ്. വഫിദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ കിസാബാ. ഒരു അനാവശ്യങ്ങളോ അനർത്ഥവാക്കുകളോ മദ്യം കുടിക്കുന്നത് കൊണ്ട് നീ കേൾക്കുകയില്ല. കാരണം എന്തെന്നറിയുമോ? ജസാഅൻ മിർ റബ്ബിക അതാഅൻ ഹിസാബാ. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് അവൻ ഇഷ്ടപ്പെടുന്ന അവന്റെ ദാസന്മാർക്ക് കൊടുക്കുന്ന ഔദാര്യമത്രേ. അത് കസ്തൂരിയാലുള്ള സീല് കൊണ്ട് ഒരുക്കി വെക്കപ്പെട്ടതാണ്. ഫബിദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ. അത് വേണമെങ്കിൽ അതിനു വേണ്ടി മത്സരിക്കണേ. ഹബീബായ
റസൂലുള്ളാഹി തങ്ങളുടെ നാവിലൂടെ ദുനിയാവിനെ ഇഷ്ടപ്പെടാതെ ആഖിറത്തിനെ കൊതിക്കുന്നവർക്ക് സ്വർഗ്ഗത്തിന്റെ രസാനുഭൂതികൾ ഒരുക്കി വെച്ചിരിക്കുന്ന സന്തോഷ വർത്തമാനങ്ങളാണ് ഈ അറിയിക്കുന്നത്. വേണമെങ്കിൽ പരിശ്രമിച്ചോ, അതിനു വേണ്ടി ഒരുങ്ങിക്കോ. ആ ആഖിറം അല്ലാഹു കൊടുക്കാൻ തീരുമാനിച്ചത് ദുനിയാവിൽ അഹങ്കാരികൾക്കല്ല, ദുനിയാവിൽ അഴിഞ്ഞാടുന്നവർക്ക് വേണ്ടിയല്ല. തിൽക ദാറുൽ ആഖിറതു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂൻ ലില്ലദീന ലാ ولا فسادا والعاقبة للمتقين. സ്വർഗ്ഗത്തിന്റെ സോപാനത്തിലെ സുഖ സൗകര്യങ്ങൾ അല്ലാഹു ഒരുക്കി വെച്ചത് ദുനിയാവിൽ അഴിഞ്ഞാടുന്നവർക്കല്ല, ദുനിയാവിൽ ആനന്ദിക്കുന്നവർക്കല്ല, ദുനിയാവിൽ നൃത്തം ചവിട്ടുന്നവർക്കല്ല, ദുനിയാവിൽ സീരിയൽ കാണുന്നവർക്കല്ല, ദുനിയാവിൽ വ്യഭിചരിക്കുന്നവർക്കല്ല, ദുനിയാവിൽ മദ്യപിക്കുന്നവർക്കല്ല, ദുനിയാവിൽ അഹങ്കരിക്കുന്നവർക്കല്ല. ഈ അഹങ്കാരവും അഴിഞ്ഞാട്ടവും ധൂർത്തും എല്ലാം അവസാനിപ്പിച്ച് സർവവും റബ്ബിലേക്ക് സമർപ്പിച്ച് നീയല്ലാതെ ഒരിലാഹില്ല, നിന്റെ ഭവനമല്ലാതെ ഭവനമില്ല എന്ന വിശ്വാസത്തോടെ ജീവിച്ചാൽ അവർക്കുള്ള ഭവനമാണ് സ്വർഗം. അവർക്ക് ഈ ദുനിയാവിൽ നിന്ന് പുറപ്പെടുമ്പോ അവർക്കുള്ള ടിക്കറ്റ് എന്തെന്നറിയുമോ? വൽആഖിബതു ലിത്തഖ്വാ. സന്തോഷത്തോടെ കലിമ ചൊല്ലി സ്വർഗം കണ്ട് ചിരിച്ചു മരിക്കാൻ ഈ ദുനിയാവിൽ അവർക്ക് നാം അവസരം നൽകുമത്രേ. തഖ്വയോടെ മരിക്കാൻ പറ്റും. അല്ലാഹു എനിക്ക് നിങ്ങൾക്കും തഖ്വയോടുകൂടി ജീവിച്ച് ഹറാമുകളെല്ലാം ഒഴിവാക്കി ദുനിയാവിൽ ആഡംബരങ്ങളും ആർഭാടങ്ങളും